അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹതാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പിതാവേ യേശുവേ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടുത്തെ അമൂല്യദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളുടെ തകർച്ചകളും രോഗങ്ങളും നീക്കി ഞങ്ങളെ പരിശുദ്ധാത്മാലയങ്ങളാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളെ ദൈവമക്കളും സ്വർഗത്തിൻ്റെ അവകാശികളുമാക്കുന്ന പരിശുദ്ധാത്മാവിനെ തരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും തിരുസന്നിധിയിൽ ഈശോയെ മാത്രം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. മറ്റെല്ലാ ചിന്തകളും വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഈശോയിലേക്ക് മാത്രം നമ്മുടെ കണ്ണുകളായിരിക്കട്ടെ. നമ്മുടെ കണ്ണുകൾക്ക് വിരുന്നായി ദൈവത്തിൻ്റെ പുത്രൻ വന്നു. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഈ രാവിൽ കോടാനുകോടി ജനങ്ങളിൽ അപൂർവം പേർക്ക് മാത്രമേ ഈശോയുടെ തിരുമുഖം ഈ പാതിരാവിൽ ദർശിക്കാൻ അവിടുന്ന് അനുഗ്രഹം കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈശോയുടെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സന്തോഷിക്കുക. കാരണം ഈശോയെ നാം ഇപ്പോൾ കാണുന്നത് രക്ഷകനായിട്ടാണ്. അവിടുത്തെ ഏറ്റവും അമൂല്യമായ രക്ഷാഫലമായ പരിശുദ്ധാത്മാവിനെ തരുന്നവനായിട്ടാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ആദ്യത്തെ വ്യവസ്ഥയാണ് ഈശോ പറഞ്ഞത്. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ഏതൊരുവന്റെ ആത്മാവാണോ ഈ അരൂപിക്ക് വേണ്ടി ദാഹിക്കുന്നത്, വരണ്ടുണങ്ങിയ ഭൂമി ജലത്തിന് വേണ്ടി എന്നതുപോലെ ഏതൊരു വ്യക്തിയുടെ ആത്മാവാണോ പരിശുദ്ധാത്മാവിനായി ദാഹിക്കുന്നത്, അവന് സൗജന്യദാനമായി ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ മക്കൾക്ക് അവിടുന്ന് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് അരുളി ചെയ്ത ഈശോയുടെ തിരുസന്നിധിയിലാണ് നാം ഓരോരുത്തരും. എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ സ്വരവും ഉയരട്ടെ, എല്ലാ കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ. യേശുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കുക. ബന്ധനങ്ങൾ അഴിക്കുന്ന ആത്മാവേ, തകർച്ചകൾ നീക്കുന്ന ആത്മാവേ, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ആത്മാവേ, അങ്ങേ മക്കളിലെ ഒഴുകണമേ, നിറഞ്ഞണമേ. അഭിഷേകമായി, ശക്തിയായി, കൃപയായി നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ രക്ഷകനുമായ ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തകർച്ചകളും നീക്കുന്ന അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈശോയെ, പരിശുദ്ധാത്മാവിനെ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, 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 പരിശുദ്ധാത്മാവിനെ തന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീവനദിയേ, ഓ സ്നേഹനദിയേ, ഓ ആത്മനദിയേ, ഒഴുകി വാ. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. സൗഖ്യമേകുവാൻ ഒഴുകി വാ. വാഗ്ദാനം പോൽ ദാസരിലും വരദാനങ്ങൾ നിറഞ്ഞിടുവാൻ ആഗതനാകൂ ആത്മാവേ, ആത്മാവിൻ അഭിഷേകവുമാ. വരൂ വരൂ ആത്മാവേ, തരൂ തരൂ നിൻ കൃപകൾ. ഓ ജീവനദിയേ, ഓ സ്നേഹനദിയേ, ഓ ആത്മനദിയേ, ഒഴുകി വാ.
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ വ്യവസ്ഥ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. എവിടെയാണോ സ്നേഹത്തിന് വിരുദ്ധമായത് സംഭവിക്കുക, അവിടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലനയെക്കുറിച്ച് നാം പറയും. പക്ഷെ ഓർക്കുക, ഏറ്റവും വലിയ ദൈവപരിപാലന എന്ന് പറയുന്നത് പാപത്തിൽ വീഴാതെ ജീവിക്കുക എന്നുള്ളത്. അതിനേക്കാളും വലിയൊരു ദൈവപരിപാലന നമുക്ക് അനുഭവിച്ചറിയാനില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുന്നത് ഭൗതികമായ നേട്ടങ്ങളെ ദൈവപരിപാലനയായി കരുതുമ്പോൾ, പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നു, ഏറ്റവും വലിയ ദൈവപരിപാലന പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷ ചിന്തകള്, പ്രതികാര ചിന്തകള് ആരിലെല്ലാം കുടികൊള്ളുന്നുവോ അവരിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനാവില്ല എന്നത് സത്യമാണ്. നമ്മളിൽ പലരും രോഗികളും അസ്വസ്ഥരുമായി കാണപ്പെടുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നതിന് കാരണം പലപ്പോഴും നമ്മളിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനാവാത്ത വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ ചിന്തകൾ കുടികൊള്ളുന്നത് കൊണ്ടാണോ എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങ് സ്നേഹത്തിൻ്റെ ആത്മാവാണല്ലോ. സ്നേഹത്തിന് വിരുദ്ധമായതെല്ലാം ഉപേക്ഷിക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു എന്ന് തിരുസന്നിധിയെ ഏറ്റു പറയാം. കർത്താവ് നമ്മളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മുടെ തകർച്ചകൾ എടുത്തു നീക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ പുതിയ സൃഷ്ടികളാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നാം വെറുപ്പും വൈരാഗ്യ ബുദ്ധിയും പ്രതികാര ചിന്തയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആരോടെങ്കിലുമൊക്കെ നീരസവും അകൽച്ചയും വെറുപ്പും സൂക്ഷിക്കുന്നെങ്കിൽ അവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഹൃദയപൂർവ്വം സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്രകാരം ക്ഷമിച്ച് സ്നേഹിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. ആദ്യ രക്തസാക്ഷിയായ സ്തഫാനോസ് കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് മുൻപിൽ സ്വർഗം തുറന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് എഴുന്നള്ളണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രതികാരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, സ്നേഹരാഹിത്യത്തിൻ്റെ അരൂപിയെ നാം ബഹിഷ്കരിക്കേണ്ടതുണ്ട്. ഈശോയെ, സ്നേഹത്തിൻ്റെ രാജാവേ, സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ്. അശുദ്ധിയുള്ളിടത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനാവില്ല. വിശുദ്ധ അപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയും, ആകയാൽ സഹോദരങ്ങളെ, എല്ലാത്തരം അശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുക. കാരണം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമല്ല, അത് വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. മറ്റെല്ലാ പാപവും ശരീരത്തിന് വെളിയിൽ നാം ചെയ്യുമ്പോൾ അശുദ്ധി പ്രവർത്തിക്കുന്നവൻ സ്വന്തം ശരീരത്തെയാണ് മലിനമാക്കുന്നത്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അപ്പസ്തോലന്റെ ചോദ്യമാണ്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ശരീരത്തെ മലിനമാക്കുന്ന തിന്മകൾ, വ്യഭിചാരം, ഭോഗാസക്തികള്, പോർണോഗ്രഫി, അതുപോലെ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ഇവയ്ക്ക് സദൃശ്യമായ എല്ലാ തിന്മകളും നമ്മെ പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റുന്ന
അശുദ്ധാരൂപിയെ നിറയ്ക്കുന്ന തിന്മകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാ അശുദ്ധിയുടെ കെട്ടുകളും യേശുനാമത്തിൽ വിട്ടുപോകുന്നതിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ അശുദ്ധിയുടെ കോട്ടകളും യേശുനാമത്തിൽ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ രക്ഷകനുമായ ഈശോയുടെ പരിശുദ്ധ നാമത്തില് അവിടുത്തെ തിരുരക്തത്തിന്റെ യോഗ്യതയാണ് എല്ലാ അശുദ്ധ കോട്ടകളും തകർന്ന് വീഴട്ടെ. പിശാചിന്റെ അശുദ്ധാരൂപിയുടെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എല്ലാ അശുദ്ധിയെയും നീക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് എല്ലാ തകർച്ചകളിലേക്കും കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീനായി മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായി മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനുള്ള നാലാമത്തെ വ്യവസ്ഥ പരിശുദ്ധാത്മാവ് തിരുസഭയുടെ ആത്മാവാണ്. സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പരിശുദ്ധാരൂപിയെ ലഭിക്കുക. കാരണം ഈ തിരുസഭയെ ആരംഭിച്ചത് പരിശുദ്ധാത്മ അഭിഷേകത്തിലാണ്. സഭയിലെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിനെ തരുന്ന ശുശ്രൂഷകളാണ്. ഓരോ കൂദാശയും പരിശുദ്ധാത്മാവിനെ തരുന്നതാണ്. തിരുവചനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധ കുർബാന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. എല്ലാം പരിശുദ്ധാത്മമയമാണ്. പരിശുദ്ധ സഭയിൽ സഭയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതിനാൽ തിരുസഭയെ സ്നേഹിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും ലഭിക്കുക. തിരുസഭയ്ക്കെതിരായ എല്ലാ ചിന്തകളും, സഭയ്ക്കെതിരായി കരുനീക്കങ്ങൾ നടക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും പരിശുദ്ധാത്മശക്തിയാൽ പരാജയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭ വിജയം ചൂടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തപ്പെടട്ടെ. തിരുസഭ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നയിക്കപ്പെടുന്നതാണെന്ന് ലോകത്തിന്റെ അതിരുകളോളം, ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ മക്കളും അറിയുവാൻ പരിശുദ്ധാത്മാവേ, തിരുസഭയുടെ ആത്മാവേ, തിരുസഭയ്ക്ക് വേണ്ടി ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ ജീവദായകനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ, പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ.
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് എല്ലാ ഹൃദയങ്ങളും പുതുതാകുവാൻ, പുതുസൃഷ്ടികളാകുവാൻ, എല്ലാ തകർച്ചകളും വിട്ടൊഴിയുവാൻ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകുവാൻ, എല്ലാ പൈശാചിക കോട്ടകളും തകർന്നടിയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ലോകമാസകലം ശാലോമിൻ്റെ പ്രേക്ഷകരായി ഈ രാത്രി ജാഗരണത്തിൽ പങ്കുചേരുന്നവര്, ഈ പരിശുദ്ധ കുർബാനയെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നവര്, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. അവരുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അവരുടെ തകർച്ചകൾ നീങ്ങുകയാണ്. അവരുടെ രോഗങ്ങൾ ഈശോ എടുത്തു നീക്കുകയാണ്. ഒരിക്കൽ കൂടി കരമുയർത്തി, സ്വരമുയർത്തി എല്ലാ തകർച്ചകളും നീക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തുതി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശു രാജാവേ, യേശു കർത്താവേ, ഞങ്ങളിതാ വിളിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങേക്ക് അസാധ്യമായ ആനന്ദമില്ല. ഭാവികളായ ഞങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒരിക്കലും നിഷേധിക്കുന്നില്ല. ആകയാൽ ഈശോയെ, മക്കളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാപിതാവേ, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വാഗ്ദാനം പോൽ ദാസരിലും വരദാനങ്ങൾ നിറഞ്ഞിടുവാൻ കൈയടിച്ച് പാടാം നമുക്ക്. ആത്മാവേ, ആത്മാവിൻ അഭിഷേകവുമാ വാഗ്ദാനം പോൽ ദാസരിലും വരദാനങ്ങൾ നിറഞ്ഞിടുവാൻ ആഗതനാകൂ ആത്മാവേ, ആത്മാവിൻ അഭിഷേകവുമായി. വരൂ വരൂ ആത്മാവേ, തരൂ തരൂ നിൻ കൃപകൾ. വരൂ വരൂ ആത്മാവേ, തരൂ തരൂ നിൻ കൃപകൾ. ഓ ജീവനദിയേ, ഓ സ്നേഹനദിയേ, ഓ ആത്മനദിയേ, ഒഴുകി വാ. ഓ ജീവനദിയേ, ഓ സ്നേഹനദിയേ, ഓ ആത്മനദിയേ, ഒഴുകി വാ. ജീവനേകുവാൻ, ശാന്തിയേകുവാൻ, സൗഖ്യമേകുവാൻ, ഒഴുകി വാ. ജീവനേകുവാൻ, ശാന്തിയേകുവാൻ, സൗഖ്യമേകുവാൻ, ഒഴുകി വാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ രക്ഷകനിതാ നമ്മെ ആശീർവദിക്കുകയാണ്. ലോകത്തെ മുഴുവനും ആശീർവദിക്കുകയാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾക്ക് മേല് ഈശോ മിശിഹായുടെ ആശീർവാദത്തിൻ്റെ കരമുയരുകയാണ്. ദിവ്യകാരുണ്യനാഥ,
എല്ലാ തകർച്ചകളിലേക്ക്, രോഗങ്ങളിലേക്ക്, കഷ്ടതകളിലേക്ക്, കടബാധ്യതകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. തകർന്നു പോയ എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു വരണമേ. വഴിതെറ്റിപ്പോയ എല്ലാ മക്കളിലേക്കും കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആശീർവാദത്തിന്റെ നിമിഷങ്ങള് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്, വിശ്വാസത്തിന്റെ നിമിഷങ്ങളാണ്. വലിയ അഭിഷേകം നാം ഓരോരുത്തരുടെയും മേൽ സംഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ ഈ വലിയ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. തൂകണമേ വത്സലസുതരീ, ചിന്തണമേ ദിവ്യമരങ്ങളിൽ. എല്ലാ മക്കളും കരമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സൗഖ്യത്തിന്റെ ആത്മാവിനെ അയക്കണമേ. ഈശോയെ, തകർച്ചകൾ എടുത്തു നീക്കണമേ. നരകപിശാചിനെ തോൽപ്പിക്കണമേ. സാത്താന്റെ കോട്ടകൾ തകർന്ന് വീഴ്ത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഈശോയെ, മക്കളിതാ വിളിക്കുന്നു. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ